മലയാറ്റൂരിലെ പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ച പോലീസ് ഇന്നലെ വൈകിട്ടാണ് സെബിയൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. വിഷ്ണു പ്രകാശുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, എന്താണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴും ആരംഭിക്കും? വിശദാംശങ്ങൾ എന്താ? മോത്തി, ഇന്ന് രാവിലെ 10 മണിയോടുകൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഇന്നലെ വൈകിട്ടോടെയാണ് ചിത്രപ്രിയയുടെ മൃതദേഹം ഈ സെബിയൂരിലുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ കാണുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ആ സ്പോട്ടിലാണ്. ഈ പ്രദേശത്തായിരുന്നു ഇന്നലെ ഈ ചിത്രപ്രിയയുടെ മൃതദേഹം കാണുന്നത്. കഴിഞ്ഞ ഈ മാസം 6-ാം തീയതി, അതായത് ശനിയാഴ്ചയാണ് ചിത്രപ്രിയയെ കാണാനില്ല എന്നൊരു പരാതി പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് പോലീസും അതുപോലെ തന്നെ ചിത്രപ്രിയയുടെ ബന്ധുക്കളും എല്ലാം ചേർന്ന് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ ചിത്രപ്രിയയുടെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ ഈ പ്രദേശത്ത് വെച്ച് മൃതദേഹം കാണുന്നത്. മൃതദേഹം കാണുമ്പോൾ തന്നെ അഴുകിയ നിലയിലായിരുന്നു. ഏതാനും മൃതശരീരത്തിൽ അഴുകിയ നിലയിലുള്ള അവസ്ഥയിലാണ് ആ മൃതദേഹം കാണുന്നത്. ഒന്നിലധികം ദിവസത്തെ പഴക്കമുണ്ട് എന്നുള്ളതാണ് പോലീസ് നമുക്ക് പറയുന്ന വിവരം. ഈ മൃതദേഹം കണ്ടെത്തി അതിന് പിന്നാലെ തന്നെ ഇതിൻ്റെ മറ്റു നടപടികൾ ആരംഭിക്കുകയായിരുന്നു. ദുർഗന്ധം വമിക്കുന്ന ഒരു നിലയിലായിരുന്നു ആ ഒരു മൃതദേഹം ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി ഇതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി. ഇൻക്വസ്റ്റ് ചെയ്യുമ്പോൾ ചിത്രപ്രിയയുടെ തലയിലും ദേഹത്തും ആസകലം നല്ല രീതിയിലുള്ള ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. മർദ്ദനമേറ്റതിൻ്റെതായിട്ടുള്ള പാടുകളും മറ്റും ഈ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഇതൊരു കൊലപാതകമാണ് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്താൻ കാരണമായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടോടെ ഒരു വ്യക്തിയെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ മനസ്സിലാകുന്നത് ആ വ്യക്തിയെ ഇന്ന് ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് മടക്കി വിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ബാംഗ്ലൂരിലുള്ള ഒരു കോളേജിൽ ഏവിയേഷൻ വിദ്യാർത്ഥിനിയായിരുന്നു ചിത്രപ്രിയ. തുടർന്ന് നാട്ടിലോട്ട് എത്തിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്നലെ ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയാക്കി. ചിത്രപ്രിയയുടെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം ഇതിന് ആവശ്യമുണ്ട്. ഇത് എങ്ങനെ ഈ കുട്ടി ഇവിടേക്ക് എത്തി, അതായത് ശനിയാഴ്ച കാണാതെയായ കുട്ടിയാണ്. തുടർന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ മൃതദേഹം ഇവിടെ മരിച്ച നിലയിൽ കുട്ടിയെ കാണുന്നത്. അപ്പോൾ എങ്ങനെ ഇവിടേക്ക് എത്തി, എന്താണ് ഇതിനെ മരണത്തിലേക്ക് നയിച്ചത്, ആരാണ് ഇത്തരത്തിലൊരു മരണത്തിന് ഇടയാക്കിയത് എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. പോലീസിന്റെ അന്വേഷണം പ്രാഥമികമായി ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തിയായ ശേഷം മാത്രമേ ഇതിന്റെ കാര്യത്തിലൊരു വ്യക്തത വരും മണിക്കൂറുകളിൽ, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി ഇതിലൊരു ചിത്രം തെളിഞ്ഞു വരും എന്നുള്ളതാണ് പോലീസിൽ നിന്നും ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മോത്തി.